ഈ എപ്പിസോഡ് നമുക്ക് കോണ്ടംസിനെ കുറിച്ച് സംസാരിക്കാം. യെസ്, അപ്പൊ രാമനായിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക. അതെ, അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോണ്ടംസ് യൂസേജ്. അത് പലതരത്തിൽ കിട്ടുന്നതാണ്. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞില്ലേ, അതിനകത്തൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ, ഈ എല്ലാ കോൺട്രസെപ്റ്റീവിനും കുറച്ച് ഫെയിലിയർ റേറ്റ് ഉണ്ട്. ഇപ്പൊ കോണ്ടംസിന്റെ ഇതിനകത്ത് സ്റ്റഡീസും സർവേ റിസർച്ച് ഒക്കെ കാണിക്കുന്നത് 2 ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞല്ലോ, ടിപ്പിക്കൽ യൂസേഴ്സ് ഉണ്ട്, പെർഫെക്റ്റ് യൂസേഴ്സ് ഉണ്ട്. ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന രീതിയാണ് ടിപ്പിക്കൽ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഉപയോഗിക്കുന്നത്. ടിപ്പിക്കൽ യൂസേഴ്സിന്റെ ഫെയിലിയർ റേറ്റ് 15%, 15% ഫെയിലിയർ ഉണ്ട് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ. പെർഫെക്റ്റ് യൂസേഴ്സിൽ ഫെയിലിയർ 2% ഉള്ളൂ. അപ്പൊ കോണ്ടംസ് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നത് മിക്കവാറും കറക്റ്റ് അല്ല. ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ ആക്ച്വലി പഠിക്കേണ്ടതാണ് കോണ്ടംസിന്റെ യൂസേജ്. അപ്പൊ എന്തൊക്കെ എലമെന്റ്സ് ടേക്ക് കെയർ ചെയ്യണം, അതായത് എന്തൊക്കെ അപ്പൊ ഞാൻ ചോദിക്കാം രാമന്റെ അടുത്ത്, എന്തൊക്കെ എലമെന്റ്സ് ആയിരിക്കും നിങ്ങളൊരു ലേ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് കോണ്ടംസിന്റെ ടിപ്പിക്കൽ യൂസേജ്, പെർഫെക്റ്റ് യൂസേജ് പറയാനുള്ളതെന്ന് വെച്ചാല് സീമൻ കളക്ഷൻ ഉള്ള ഒരു ഏരിയ ഉണ്ടാവും. അപ്പൊ അതിലുള്ള എയർ കളഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഓക്കെ. അതേപോലെ ലൂബ്രിക്കേഷൻ പറ്റുമെങ്കിൽ ഔട്ട്സൈഡ് ആയിരിക്കണം. ലാറ്റക്സ് അലർജി ഉള്ളവർ അത് പിന്നെ അതും അല്ലാതെ നമ്മൾ കോണ്ടംസ് വാങ്ങിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം. പെർഫെക്റ്റ് യൂസേജ് എന്ന് പറയുന്നത് കോണ്ടംസ് ഒന്ന് കയ്യിലുണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരെണ്ണം മതിയോ? ബാക്കപ്പ്. കാരണം എന്താ, പൊട്ടിപ്പോവാം. അപ്പൊ വാങ്ങിക്കുമ്പോൾ ഒന്നി കൂടുതൽ കരുതണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസും ആവാലോ, പറയാൻ പറ്റില്ലല്ലോ, അതുണ്ടല്ലോ. അപ്പൊ മൾട്ടിപ്പിൾ നമ്പർ കയ്യിൽ കരുതണം. വാങ്ങിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കണം. മരുന്നുകൾക്കുള്ള പോലെ കോണ്ടംസിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാ? കാരണം അത് കഴിഞ്ഞത് വർക്ക് ആവില്ല, പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എക്സ്പയറി നോക്കണം ഒന്ന്. പിന്നെ ലൂബ്രിക്കന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഏത് ലൂബ്രിക്കന്റ് ഉപയോഗിക്കണ്ടേ? എണ്ണയാണോ, വാസലീൻ ആണോ, അതോ വാട്ടർ ബേസ്ഡ് ആണോ? ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ? പല സാധനമുണ്ട്, പക്ഷേ ഓയിൽ ബേസ്ഡ് എല്ലാം. ഈ എണ്ണ വാസലിനൊക്കെ ഓയിൽ ബേസ്ഡാ. ഇതൊന്നും അതെ, വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഇതൊന്നും കോണ്ടംസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോണ്ടം പൊട്ടിപ്പോവും. അപ്പൊ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റ് മാത്രം കോണ്ടംസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കോണ്ടം പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യാം? ഓക്കെ, കോണ്ടം ബ്രേക്കേജ് അല്ലെങ്കിൽ പൊട്ടിപ്പോൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് വർക്ക് ആവില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇമ്മീഡിയറ്റ്ലി എമർജൻസി കോൺട്രസെപ്റ്റീവ് ഗുളികകളുണ്ട്, വേറെ മെത്തേഡ്സ് ഉണ്ട്. അത് ആസ് ഏർലി ആസ് പോസിബിൾ, ഒരു ദിവസത്തിനകം പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 to 3 ഡേയ്സിനകം അത് യൂസ് ചെയ്യണം. അത് പക്ഷേ ഒരു ഡോക്ടറോട് സംസാരിച്ച് കറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കണം. വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് ഓവുലേഷൻ കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വേറൊരു കാര്യം കൂടി, ഈ ബ്രേക്കേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത്, നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിക്കുന്നത് പോലും പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം ചിലപ്പോൾ അത് പല്ല് വെച്ചൊക്കെ കടിച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മളറിയാതെ അതിൽ പൊട്ടൽ വീഴും. അപ്പോൾ ആ പൊട്ടിക്കുന്നതിൽ പോലും ശ്രദ്ധിക്കണം ആക്ച്വലി. പിന്നെ ഇത് ഡിസ്പോസ് ചെയ്യുന്നതും ശ്രദ്ധിക്കണം. എങ്ങനെ ഡിസ്പോസ് ചെയ്യണേ കോണ്ടംസ്? ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യാണോ, വേസ്റ്റിലിടോ, എങ്ങനെയാ ചെയ്യണേ? ടോയ്ലറ്റിൽ ചെയ്താൽ സിസ്റ്റം ക്ലോഗ് ചെയ്യും. പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ കൂടെ അപ്പം ടോയ്ലറ്റിൽ ഇത് ഇടാൻ പാടില്ല, പക്ഷെ വേസ്റ്റിലിടണം. പക്ഷെ അതിനകത്ത് വേറൊരു പ്രോബ്ലം ഉണ്ട്. വേസ്റ്റിലിടുമ്പോൾ ഇതിന് ഭയങ്കര ചീത്ത സ്മെല്ല് വരും കുറച്ച് മണിക്കൂർക്കകം സെമന്. അപ്പം വേസ്റ്റ് കളക്ഷൻ പിന്നീട് വരണമെങ്കിൽ വീട്ടിൽ മുഴുവൻ ചീഞ്ഞ നാറ്റം വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ബാഡ് സ്മെല്ല് പിറ്റേ ദിവസം ആകുമ്പോൾ ഉണ്ടാവും. അപ്പം ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ മിക്ക സ്ഥലത്ത് ആഴ്ചയിൽ ഒരിക്കലല്ലേ കൊണ്ടുപോകുള്ളൂ. അപ്പം പ്രാക്ടിക്കലി എന്ത് ചെയ്യും? മണം വരാതിരിക്കാൻ എന്ത് ചെയ്യും? അത് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ടുള്ളത് വേസ്റ്റിലിടണം. അതാണ് കുറച്ചും കൂടെ നല്ലത്, ബെറ്റർ പ്രാക്ടീസ്. കോണ്ടംസിനെ പറ്റി സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ അതിന്റെ ടെക്നിക്കൽ യൂസേജിനെ പറ്റി ഒന്ന് പറയാം. ഓക്കെ. എപ്പോൾ ഇടണം, എങ്ങനെ ഇടണം എന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, എപ്പോൾ ഇടണം എന്നുള്ളതിന് സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ, മിക്ക ആൾക്കാരും വിചാരിക്കും ഈ ജാക്കുലേഷൻ പോവുമല്ലോ, ബീജം സെമൻ പോകുന്ന സമയത്തിന് മുമ്പാണ് ഇടണ്ടേന്ന് വിചാരിക്കും. പക്ഷെ ബന്ധപ്പെടുന്ന സമയത്ത് ഇതിനു മുമ്പ് തന്നെ പെനിസിന്ന് കുറച്ച് ഫ്ലൂയിഡൊക്കെ വരും. ആ വരുന്ന ഫ്ലൂയിഡിൽ ചിലപ്പോൾ ബീജം ഉണ്ടാവാം. അതുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ ആക്ച്വലി കോണ്ടംസ് ഇടണം.
പിന്നെ ഇറക്റ്റ് പെനിസിന്റെ മുകളിലാണ് ഇത് ഇടേണ്ടത്. ഇടുന്ന മെത്തേഡും ഉണ്ട്. പണ്ടൊരു ജോക്ക് ഉണ്ട്, എല്ലാവരും ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുമായിരുന്നു, ഈ വിരൽ കാണിച്ചിട്ട് ഇങ്ങനെ ഇടണേന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വിരലും വിട്ട് അത് സാധനം വർക്കാവില്ല. അത് പണ്ടത്തെ ജോക്ക്. അപ്പൊ ജോക്സ് അപ്പാർട്ട്, ഇത് ഇടേണ്ടത് ഇറക്റ്റ് പെനിസിലാണ്. അപ്പൊ ഇതിൽ ഈ ഒരു പൊങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അത് വിരൽ വെച്ച് ഇങ്ങനെ പിഞ്ച് ചെയ്ത് പിടിക്കുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ എയർ പോവും. എന്നിട്ട് ഇതിനൊരു റിമ്മുണ്ട്, ഇത് പുറത്ത് വരുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് വേണം റോൾ ഡൗൺ ചെയ്യാനായിട്ട്. ചിലവർ ഇത് കമത്തി വെക്കുമ്പോൾ ഇത് താഴത്തേക്ക് റോൾ ആവില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. പിന്നെ ഇതിനകത്തൊരു സ്പെർമിസൈഡൽ ഫ്ലൂയിഡ് ഉണ്ട്, സ്പെർം ചത്തുപോകാനുള്ള ഒരു എക്സ്ട്രാ ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പൊ ഇത് കറക്റ്റായിട്ട് തന്നെ വെക്കണം. റോൾ ഡൗൺ ചെയ്യണത് മൊത്തം താഴോട്ട് റോൾ ഡൗൺ ചെയ്യണം, ഇത്തിരി ചെയ്താൽ പോരാ. അപ്പൊ ആ മെത്തേഡും കറക്റ്റ് ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ കുക്കുംബറും കൊണ്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി കാണിച്ചു തന്നേനെ എങ്ങനെയാണ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും അത്യാവശ്യം അറിയാവുന്നതാ, കുറച്ച് കറക്ഷൻസ് മതി. അപ്പൊ പുരുഷന്മാർക്ക് കോണ്ടം ഉള്ളതുപോലെ സ്ത്രീകൾക്കും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഉണ്ട്, ഈ ഭാര്യ മെത്തേഡ് സ്ത്രീകൾക്കും ഉണ്ട്. അത് നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യാം.